ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സുഖമല്ല എല്ലാവർക്കും? ഇത് നിങ്ങളുടെ സ്വന്തം ഐഷ സബ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ് ചെയ്തിട്ട് പോണേ. സബ് ചെയ്യാത്തവർ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ കൂടാതെ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ? അതിൻ്റെ മുന്നേ ഞാൻ ഇതൊക്കെ പറയണമെന്ന് നിങ്ങൾ കേട്ടോ. കേട്ടില്ലെങ്കിൽ ഈ വോയിസ് ഓവറോടെ നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പഠിക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ടൈം ടേബിൾ എടുത്തേക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൾറെഡി കുറേ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ലേറ്റ് ആക്കണ്ട, ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ട് ബാക്കി ഇരുന്ന് പഠിക്കാമെന്ന്. അങ്ങനെ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ എടുത്തേക്കണ സീനാട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ടൈം ടേബിൾ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഓരോ ബുക്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ അങ്ങോട്ട് നോക്കണമെന്ന് വെച്ചാൽ ടൈമും ഒരു വശത്തുനിന്ന് ഞാൻ നോക്കുന്നുണ്ട്, ഒരു വശത്തുനിന്ന് ഞാൻ ടൈം ടേബിൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, അതും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം ഞാൻ ഇതാക്കുമായിരുന്നു, പഠിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ വേഗം ചെയ്ത് ഇങ്ങനെ പോവുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഈ ചാനലിൽ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടോ, ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അത് ഫോളോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ബുക്സായിട്ട് ഇങ്ങനെ ആക്കാം. അതിൽ ഏതോ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി എന്നല്ല, എവിടെയോ ആ ബുക്കൊന്ന് ഒളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കാണിച്ചിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോയതാണ്. അവസാനം ആ ബുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, ഇത് പീട്ടി ഉണ്ട് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഞാൻ കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു കുറോമീൻ്റെ ഒരു സിമ്പിൾ ബോക്സാണ്. ഞാൻ മേടിച്ചതല്ല, എൻ്റെ മാമ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ കുറോമീൻ്റെ ഈ ഒരു സിമ്പിൾ ബോക്സാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത്. അങ്ങനെയൊന്നുമില്ല, എല്ലാ ബോക്സും കൊണ്ടുപോകും. 2 ബോക്സാണല്ലോ ഉള്ളത്. ബോക്സ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബോക്സൊക്കെ ഞാൻ കൊണ്ടുപോകാറുള്ളൂ. ഇപ്പം സിമ്പിൾ ബോക്സിനോടാണ് ഇപ്പം എനിക്ക് താല്പര്യമുള്ളത്. അങ്ങനെ നമുക്ക് ബാഗ് പാക്ക് ചെയ്തു. ഇനി നമുക്ക് ബോക്സും കൂടി പാക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു സ്കെയിൽ അങ്ങോട്ട് വെച്ചു. പിന്നെ ഞാനൊരു മൊനമാട്ടി പെൻസിൽ വെച്ചു. നിങ്ങളുടെ നാട്ടിൽ എന്താണ് മൊനമാട്ടി പെൻസിലിന് പറയുക? ഞങ്ങളുടെ നാട്ടിൽ മൊനമാട്ടി പെൻസിൽ എന്നാണ് പറയുക. അതും വെച്ചിട്ടുണ്ട്. പെൻസിൽ യൂസ് ചെയ്യാൻ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് മാർക്കർ സംതിങ് അങ്ങനത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ പെൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ്നറും വെച്ചിട്ടുണ്ട്. വൈറ്റ്നർ നമ്മളെന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തെറ്റിയാൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പെൻസിലേറ്റ് എഴുതുമ്പോൾ ഒന്ന് മായ്ക്കാൻ വേണ്ടിയിട്ടും തെറ്റായി മായ്ക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ടും എറേസർ വേണമല്ലോ. അപ്പോൾ എറേസറും വെച്ചിട്ടുണ്ട്. പെൻസിൽ കൂർപ്പിക്കാനായി കട്ടറും വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ പെൻസിലെല്ലാം കൊണ്ടുപോകണം, എന്നാലും എൻ്റെ സമാധാനത്തിൽ ഞാനൊരു കട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ എന്താ പറയുക, കുറോമിയുടെ ഒരു ചെറിയ സ്മോൾ ചെറിയ നല്ല ബോക്സ്. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പാക്ക് ചെയ്ത് വെച്ചത്. അങ്ങനെ ഇതും ഞാൻ എന്ത് ചെയ്തു, ബോക്സും ഞാൻ ഇതിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജോമെട്രി ബോക്സ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ സംഭവങ്ങൾ തന്നെ. ജോമെട്രി ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാത്സിനും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ബോക്സാണ് ജോമെട്രി ബോക്സ്. പിന്നെ ആദ്യം ഞാൻ ജോമെട്രി ബോക്സ് വെച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ ക്രോമിയുടെ ബോക്സും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ബാഗ് ഫുള്ള് പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചാൽ ബാക്കി ബാലൻസ് ബുക്ക് വരുമ്പോൾ ഞാനത് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ആ 2 ബുക്ക് എന്ത് ഞാൻ മാറ്റി വെച്ചാൽ SS ആണ്, എനിക്ക് പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ് ഇപ്പോൾ ഞാനവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. മാത്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. എല്ലാ സബ്ജക്റ്റും ഞാനൊക്കെ ഒന്ന് നോക്കി വെച്ചു. പിന്നെ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ബുക്കൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ കച്ചറ എന്നല്ല, മണമാട്ടി പെൻസിൽ അങ്ങനെയൊക്കെ വേറെ മണമാട്ടി പെൻസിൽ, അതായത് കേട് വന്ന അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കട്ടുമ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അത് വെക്കാൻ മറന്നു പോയത്. ഇതാണ് മൊനമാട്ടീൻ്റെ എക്സ്ട്രാ
നിബ്സ്. അപ്പോൾ നമ്മൾ മൊനമാട്ടി പെൻസിലിനെ ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാൻ ബാഗ് ഇങ്ങനെ തുറക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ ഈ ഒരു മൊനമാട്ടി പെൻസിലുണ്ടല്ലോ, ഈ ഒരു മൊനമാട്ടി പെൻസിലിന് എങ്ങാനും അതിനൊരു ഇത് പോയാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു എക്സ്ട്രാ ഇത് ഞാൻ വെക്കാറുണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ തുടങ്ങിയൊരു ശീലമാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ മൊനമാട്ടി മൊന വെക്കുന്നുണ്ട്. കുറേ എന്നല്ല, കുറച്ച് വെക്കുന്നുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ 2, 3, 4, 5, 6 2, 3, 4 വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെയും ബാഗൊക്കെ വെച്ചു. അതിന് ശേഷം ഞാൻ ബാഗൊക്കെ ഒന്ന് കൊണ്ടെടുക്കാൻ വിചാരിച്ചു. എന്തൊക്കെയോ ഞാൻ മറന്നൊരു രീതിയിലാണ് കേട്ടോ എൻ്റെ മുഖം ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ബാഗ് ഒക്കെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി. കാരണം അവിടെ എന്തോ എൻ്റെ അനിയനായിട്ട് കച്ചറങ്ങൾ എന്തോ ഉണ്ട്. ഓക്കെ, അതിന് ശേഷം ഞാൻ വീണ്ടും 1 മിനിറ്റ് എന്ന് പറഞ്ഞ് പോയി. എന്താണെന്ന് വെച്ചാൽ 1 മിൽക്ക് കുടിക്കണമല്ലോ നമ്മളെന്നല്ല, ഞാൻ കുടിക്കാറുണ്ട്. ഞാനത് ബിസ്മിയും ചൊല്ലി കണ്ണും പൊട്ടിയില്ല, കണ്ണ് തുറന്നാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു എന്താ പറയുക, ടാബ്ലറ്റ് ഒരു ഗുളിക കുടിക്കാനുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് കുടിച്ചു ഒന്ന് ഉഷാറായതിന് ശേഷം ഞാനൊരു ടാബ്ലറ്റ് കുടിക്കാൻ വിചാരിച്ചു. ടാബ്ലറ്റ് കുടിക്കാമെന്ന് വിചാരിച്ചതല്ല, ടാബ്ലറ്റൊക്കെ വയ്യ, അങ്ങനത്തെ ക്ഷീണം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു ടാബ്ലറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പഠിക്കണം. അപ്പോൾ ഞാൻ നേരെ പഠിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, കാണുമ്പോൾ വലിയ പഠിപ്പിയാണെന്ന് തോന്നുമെങ്കിലും പഠിപ്പേ അല്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നൂല. എന്നാലും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞതാണ് എന്ന് മാത്രം. എന്തൊക്കെയൊക്കെയോ ഞാൻ വായിച്ച് കൂട്ടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആകെ ഒരു തന്നെയാണ് കേട്ടോ, ഒരു ഇറിറ്റേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എല്ലാത്തിനും. ഓരോന്ന് കണ്ണും പൊട്ടി വായിന്താവുന്ന എന്തൊക്കെയൊക്കെ വിളിച്ച് പറയണ്ടേ ഗൈസ്. ഞാൻ പഠിച്ച് പഠിക്കരായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നോട്ട്ബുക്ക് തുറന്നു, ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കാര്യങ്ങൾ നോട്ട്ബുക്കിൽ നിന്ന് ഇരുന്ന് പഠിച്ചു, പിന്നെ നോട്ട്ബുക്കിലില്ലാത്ത കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലിരുന്ന് പഠിച്ചു. അങ്ങനെ ഒരു ഇതായി ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. കാരണം ഞാൻ ഇനിയും ഇടക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നടക്കൂല എന്നൊക്കെ എനിക്കറിയാമെന്നും എനിക്ക് ഇതുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഞാൻ വളവള സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്തൊന്ന് പോവുക. പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോവുക. ഓക്കെ, പിന്നെ അതിന് ശേഷം എനിക്ക് കുറേ പഠിക്കാനുണ്ട്. ഇപ്പം ടൈം ഞാൻ 1 മണിക്കൂറിലധികം പഠിച്ചിട്ടുണ്ട്. ടൈം 8 മണി ആയിട്ടുണ്ട്. 8 മണിക്കിരുന്ന് പഠിച്ചിട്ട് ഞാൻ 9:43, അതായത് 3:45, 9:42 പഠിപ്പ് നിർത്തിയത്. അപ്പോൾ 1 മണിക്കൂറിലധികം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 1 മണിക്കൂറാ അല്ല കേട്ടോ, 8 മണിക്കാണല്ലോ ഞാൻ തുടങ്ങിയത്, 9:43 തീരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. സ്റ്ററൊക്കെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും